എല്ലാവർക്കും നമസ്കാരം. ടീസ് ഫ്രം ഹാർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലേഖ ടീച്ചർ. അപ്പോൾ നമ്മൾ 2025 ഏപ്രിലേക്കുള്ള അഡ്മിഷനൊക്കെ ക്ലോസ് ആയിട്ടുണ്ട്. ഇനി 2025 ഒക്ടോബറിലേക്കാണ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ കഴിയുക. അത് ആദ്യമേ പറഞ്ഞിട്ട് നമ്മൾ വരാനിരിക്കുന്ന എക്സാമിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം. ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, 2025 ഒക്ടോബറിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൽ കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക, കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യുക, അഡ്മിഷൻ എടുക്കാവുന്നതാണ്. നമ്മുടെ ചാനൽ കണ്ട് പഠിച്ചവരായിക്കോട്ടെ, അതുപോലെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചവർ ഒരുപാട് പേര്, അവർക്ക് പരിചയമുള്ളവരെ അല്ലെങ്കിൽ പ്ലസ് ടുവും 10ാം ക്ലാസ്സും ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവരെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് തന്നെ പഠിക്കുന്നതിനായിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് അഡ്മിഷൻ നമ്മുടെ അടുത്ത് തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് സന്തോഷവും നിങ്ങളോടുള്ള നന്ദിയൊക്കെ അറിയിക്കുകയാണ്. ഇനി നമുക്ക് വരാനിരിക്കുന്ന എക്സാം എന്ന് പറയുന്നത് എന്താണ്, 2024 ഒക്ടോബറിലേക്കുള്ള എക്സാമാണ് അല്ലേ. അത് ഇതുവരെയും നമുക്ക് എന്ത് വന്നിട്ടില്ല, ടൈം ടേബിൾ വന്നിട്ടില്ല. എല്ലാവരും കാത്തിരിക്കുകയാണ് എക്സാമിൻ്റെ ഡേറ്റിനായിട്ട്. ഈ ആഴ്ച തന്നെ എന്തായാലും നമുക്ക് അത് ഡേറ്റ് വരുമെന്ന്, എക്സാമിനുള്ള ഡേറ്റ് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നാളെ മുതൽ നമ്മുടെ ക്ലാസ്സുകളാണ്. കഴിഞ്ഞ ബാച്ചിൻ്റെ, അതായത് 2024 ഏപ്രിൽ ബാച്ചിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്കായിട്ട് ഓരോ ദിവസവും ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. അതിനുശേഷം എന്ത് ചെയ്യും, നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അതുപോലെ തന്നെ വെയിറ്റേജ് മാർക്ക് ആയിക്കോട്ടെ, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഇനി ഒരു മാസത്തിന് ഉള്ളിൽ, അത്രയ്ക്ക് സമയം ഉണ്ടാവുള്ളൂ, അതിനുള്ളിൽ നിങ്ങൾക്ക് എല്ലാ വർഷവും ഞാൻ ചെയ്യുന്നത് പോലെ, എല്ലാ ബാച്ചിനും ചെയ്യുന്നത് പോലെ തന്നെ എക്സാമിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. പുതുതായിട്ട് പഠിക്കാനിരിക്കുന്ന കുട്ടികൾ, നിങ്ങളോട്, അങ്ങനെയുള്ള സ്റ്റുഡൻസിനോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ സെൽഫായിട്ട് പഠിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ സിലബസ് മാറിയതിന് ശേഷം കുറച്ച് ടഫാണ്. അത് നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. കാരണം വൺ വേഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 50 മാർക്കിനാണ്. ഇതുവരെ സിലബസിനെ കുറിച്ച് അറിയാത്തവർ വരെ ഉണ്ട്. ഒരുപാട് പേര് സിലബസിനെ കുറിച്ച് പോലും അറിയുന്നില്ല. ആദ്യം നിങ്ങൾ സിലബസ് എന്താണെന്ന് മനസ്സിലാക്കുക. 50% വൺ വേഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്ര ഈസി അല്ല. അതുകൊണ്ട് നിങ്ങൾ സെൽഫായിട്ട് അഡ്മിഷൻ എടുത്തവരായാലും എവിടെയെങ്കിലും ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലായിക്കോട്ടെ, നിങ്ങൾ ട്യൂഷൻ എടുത്ത് തന്നെ പഠിക്കുക. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ സെൽഫായിട്ട് അഡ്മിഷൻ എടുക്കുമ്പോൾ അതിൽ ഒരുപാട് പോരായ്മകളുണ്ട്. അത് നമ്മൾ തൊട്ടടുത്ത വീഡിയോയിലൂടെയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത്രേ പറയാനുള്ളൂ. 2024 ഒക്ടോബറിലേക്ക് എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് എന്തായാലും ഒരു 60-70 മാർക്കൊക്കെ സ്കോർ ചെയ്യുന്നതിനുള്ളത് ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, നിങ്ങൾ കാണുന്ന വീഡിയോ, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ കാണുന്ന വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്, കൂടുതൽ പേരിലേക്ക് കൂടി ഈ വീഡിയോ എത്തുന്നതിന് അത് സഹായകമാകും. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അഡ്മിഷൻ ഉണ്ടെങ്കിൽ, ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്തേക്ക് തന്നെ പറഞ്ഞു വിടുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇന്ന് പറയാനുള്ളൂ. തൊട്ടടുത്ത ദിവസം മുതൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടുമായിട്ട് കാണും. അതുപോലെ തന്നെ വെയിറ്റേജ് മാർക്കിനെ കുറിച്ച് അറിയാത്തവർ വരെ ഉണ്ട്. ഇന്നും 2-3 പേര് വിളിച്ചിട്ട് എത്ര ചാപ്റ്ററാണ് അല്ലെങ്കിൽ പഠിക്കാനുള്ളത് എങ്ങനെയാണ്, വെയിറ്റേജ് മാർക്ക് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെറിയ ചെറിയ വീഡിയോസ് ആക്കിക്കൊണ്ട് ഓരോ ദിവസവും നിങ്ങളിലേക്ക് എത്തുന്നതാണ്. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, 2025 ഒക്ടോബറിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ നമ്പറിൽ കാണുന്ന, ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമുക്കിനി അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്